പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാറില്ല കേട്ടോ, എന്നിട്ട് ഇന്ന് പറഞ്ഞോണ്ടത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ എവിടേക്ക് പോകുന്നത് ശ്രീലക്ഷ്മിച്ചി? നമ്മൾ കിക്കിന്റെ ഓഡീഷൻ നടക്കുകയാണ്. യെസ്. അപ്പൊ നമ്മൾ അതെ ഇനി അടുത്ത എൽദോ എന്റെ സിനിമയിൽ എടുത്താ എൽദോ ഞങ്ങളുടെ സിനിമയിൽ എടുത്തണ. അതെ ഞങ്ങൾ പോവാണ് ഗൈസ്. മൂവിയുടെ ഒരു ഓഡീഷൻ ആണ്. അത് കിട്ടുമെന്നറിയില്ല. ഞങ്ങളുടെ അഭിനയം അതെ അവിടെ പട്ടിപ്പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഭിനയിക്കാൻ ആണെങ്കിൽ അഭിനയിക്കും. ശ്രീലക്ഷ്മിക്ക് പിന്നെ അഭിനയിച്ച് ശീലമുണ്ട്. അതെ ഇടയിൽ കൂടെ ചായ കൊടുത്തു പോവും, ഇടയിൽ കൂടെ വട കൊടുക്കും. അപ്പോ നമ്മൾ പോവാണ്. അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. നേരെ വൈകി ഞാൻ 7:45 കുളിച്ചിരിക്കണതാ. പക്ഷെ ഇവിടെ ഇരിക്കണ ഈ സ്ത്രീയില്ലേ 7:45 ഇട്ടിട്ടുള്ളൂ. ആണോ അല്ലയോ? ഞാൻ 5 മണിക്ക് കിടന്ന് ഉറങ്ങിട്ടോ. ആ എന്തുകൊണ്ട് ചോദിക്കും ഗൈസ്, നിങ്ങൾ എന്തുകൊണ്ടും ചോദിക്കും. ടിക്കുള്ള കാരണം. അയ്യോ ടിക്കു. അപ്പൊ നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. അപ്പം നമ്മളിതാ ഓഡീഷൻ്റെ അവിടെ എത്തി. എൻ്റെ ചെറുതായിട്ട് ശബ്ദം പോയിട്ടുണ്ട്, അതാണ് കേട്ടോ വോയിസ് ഇങ്ങനെ. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ, അഭിനയിക്കേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് കണ്ടിരിക്കാനും നമുക്ക് അഭിനയിക്കാനും തോന്നുന്ന ഒരു ഇതായിരുന്നു. ഞാനും സ്നേഹിച്ചും കൂടിയിട്ട് വീഡിയോ എടുത്ത് കളിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ജാബിൽ ചാനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇതാ കുമ്മനടിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു ഇന്നലത്തെ ഒരു ദിവസം. അടിപൊളിയാക്കി. അതെ അപ്പൊ ഗൈസ് ഞാൻ എന്താ മൂവിയിൽ അഭിനയിക്കാൻ വന്ന കാരണം ഡയറക്ടർ വരൂ പറയും. അതെ എന്നെ കുറിച്ച് പറയും. ഇതാണ് നമ്മുടെ പപ്പി ചേച്ചി. ഹായ് പറ. പട്ടി ഞാൻ എന്തായാലും അടുത്ത പടത്തില് നായികയായിട്ട് വേണം പോകാൻ പോകുന്നത് കേട്ടോ. സാഹചര്യം ഞാൻ അവിടെ പോവാ, എന്റെ പണിയുണ്ട്. അത് ഡിക്ലറേഷന്റെ ഒപ്പാണ്. പറയണ്ട, സംസാരിക്കട്ടോ. ഇന്ന് ഓടി ഞങ്ങൾ അരിയാക്കി വിൽക്കും. പലതവണ വന്നിപ്പോ സോമനായി പോയിട്ടുണ്ട്, പലതവണ വന്നിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. വ്ലോഗ് എടുക്കാൻ നടക്കും, ഒരു മൂലയ്ക്ക് ഉണ്ടോ വ്ലോഗ് എടുക്കാൻ നോക്കും, ആള് വരും വന്നിട്ട് ഇപ്പൊ വേണ്ട പിന്നെന്ന് പറയും. എല്ലാം സെറ്റപ്പ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മള് ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞിട്ട് ആളുകളെ സെലക്ട് ചെയ്യണം. ഒരേ സമയത്ത് 2 വ്ലോഗ് ഒക്കെ എടുക്കുന്നത്. അതായത് നമ്മുടെ ഒരു ടാഗ് ലൈൻ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഫേസ് വിത്ത് എ ന്യൂ ഫേസ്. യെസ്. അപ്പോൾ നമ്മൾ കിറ്റ് മെമ്പേഴ്സ് മാത്രമല്ല, ഒരുപാട് കേരളത്തിൽ നിന്ന് വന്ന ഒരുപാട് ക്രിയേറ്റേഴ്സാണ് ഇൻഫ്ലുവൻസേഴ്സ് പോലെ എത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് പേര് വരാണ്ട് ഉച്ചയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കിക്ക് മെമ്പേഴ്സ് ഇവിടെ സജീവമാണ്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള കിക്കല്ല അല്ലാത്ത പുറത്തു നിന്നുള്ള കിക്കല്ല അല്ലാത്ത ഇൻഫ്ലുവൻസേഴ്സും നമ്മളോട് പൂർണ്ണമായിട്ടും സഹകരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അല്ലാതെയും വരുന്നുണ്ട്. നല്ല ആക്ടിങ് സ്കില്ലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അല്ലാത്ത ഒരുപാട് കലാകാരന്മാരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഫിലിം അടിപൊളിയാവും എന്നുള്ള വലിയ പ്രതീക്ഷയുള്ള ആൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇതെന്റെ മോനുക വീഡിയോ കൊടുക്കാൻ പപ്പി ചേച്ചി ഇവിടുന്ന് വരുന്നുണ്ട്. അയ്യോ നമ്മുടെ ഡയറക്ടറുടെ കോസ്റ്റ്യൂം ഡിസൈനർ അങ്ങനെ പറയാം. ഇതിൽ പ്രൊമോഷൻ അപ്പോൾ ഞാൻ പോയിട്ട് അപ്പോൾ നമ്മളിതാ അഭിനയമൊക്കെ അവിടെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡിൻ്റെ കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. മോയിനൊക്കെ സൈൻ ചെയ്തതൊക്കെ ഇതാ കൂപ്പൺ അല്ലേ സ്നേഹമോളും ഇവിടെ ഒരാളുടെ കൂടെ ഉമ്മനടിച്ച് കയറിയിട്ടുണ്ട്. ശ്രീലക്ഷ്മിച്ച് നമ്മൾ ഫുഡ് കഴിക്കണം കേട്ടോ. പറയുമ്പോൾ ഇതിൽ പറയുന്നത് പെണ്ണുമ്പളായ ആ ഫ്ലോകൾ ഫുഡ് കഴിക്കാൻ എവിടെയാ പേരെത്തിക്ക. അപ്പൊ ഗൈസ് നമ്മളിതാ അവിടെ തുടങ്ങി മൊബൈൽ എടുത്തിട്ട് വന്നു.
അപ്പോൾ നമ്മളിതാ ഓഡീഷനൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അഭിനയിക്കണ കാണുമ്പോൾ നമ്മൾ മറ്റുള്ളവർ അഭിനയിക്കണ കാണുമ്പോൾ നമ്മളൊന്നും ഒന്നുമില്ല. എനിക്കൊന്നും അഭിനയിക്കാൻ അറിയില്ല സത്യത്തിൽ. എന്നാൽ നമുക്ക് ആ ഒരു അഭിനയിക്കണ ഒരു ഫീൽ വരുമ്പോൾ നമുക്ക് കൂടി ഒന്നും അഭിനയിക്കണം എന്നുള്ളൊരു തൊര വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പൊടിയുണ്ട് കേട്ടോ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ. ഗംഭീരമായ സ്ഥലത്തൂടെയായിട്ട് നമ്മൾ പോണേ കണ്ടോ. ഇങ്ങനെ ഗുഹയാണോ ഇത്? എന്തോ ഒരു സാധനം. ഞങ്ങൾ ബ്ലോഗ് എടുത്തില്ലെങ്കിൽ അന്നത്തെ ദിവസം ഇതുണ്ടാവില്ല. എന്താ നല്ല സ്ഥലമാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ബ്യൂട്ടി. അപ്പോൾ ഗൈസ് എൻ്റെ കൂടെ ഒരു ഓണർ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്ഭുതം കാണുമ്പോൾ ഇതാണ് ഓണർ. ഓണർ പറയൂ. സ്നേഹ നായർ. ഓണർ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയൂ. ജാതി നിയമം വെച്ച് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ വരെ ജാതി നിയമമാണ് അല്ലേ ശ്രീലക്ഷ്മിജി? അച്ഛനും അമ്മയുടെ പേര് ഞാൻ ഇടും. അതെ അതെ. പത്ര ഇന്നലെ അമ്മയ്ക്ക് 50 പൈസ കൊടുത്ത ആളല്ലേ? യെസ്. 50 പൈസക്ക് അമ്മയ്ക്ക് വലുതാ. ഓക്കെ അല്ലേ? ഫുഡ് കിട്ടില്ല. കുറച്ച് 5 മിനിറ്റ് പറഞ്ഞു. 5 മിനിറ്റുള്ള വയറുണ്ടോ എന്ന് എനിക്കറിയില്ല. ചട്ടിച്ചോറുണ്ട് ഇവിടെ. ചട്ടിയൊക്കെ ഉണ്ടല്ലോ. ചട്ടി എല്ലാത്തിലും ഉണ്ടാവും. ജ്യൂസ് കിട്ടുന്നില്ലല്ലേ? അങ്ങനെ നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. വാവ് നൈസ്. കുറേ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ചേട്ടാ. ഞാൻ അധികം റൈസ് കഴിക്കാത്ത ആളാണെന്ന് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ചിക്കൻ അല്ല എല്ലാം. ഓക്കെ. അപ്പം അങ്ങനെയാണോ? ഓക്കെ ബിരിയാണി കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഓക്കെ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ടോ? ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയ കലാകാരി. എവിടെയാ? സീരിയലിൽ കുറേ നേരമായിട്ട് ഒരു ബിരിയാണി വെച്ചോണ്ടിരിക്കണു. ശ്രീലക്ഷ്മി ചേച്ചി നിൽക്കി കഴിയുമോ? ക്വാണ്ടിറ്റി കൂടുതലാണ്. നമ്മളെ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല. എവിടെ ഒരാൾ പക്ഷെ വേസ്റ്റ് ആക്കുന്നുണ്ട് കണ്ടോ. എന്നെ കണ്ടുപഠിക്കണം. ഒന്നുമില്ല പ്ലേറ്റിൽ. പക്ഷെ ഞാൻ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. ഡയറ്റിലായിരുന്നു. ഡയറ്റൊക്കെ പൊട്ടി. അപ്പൊ ഗൈസ് ഇവര് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അതെ എന്റെ ഹോട്ടലിൽ. ഉറക്കം വരുന്നു സാർ. അല്ലേ ഉറക്കം വരുന്നു നോക്കെ. അപ്പൊ എന്താ കഥ? അപ്പൊ നമ്മള് പോട്ടെ. ഇവര് ഭക്ഷണം കഴിച്ചു, നമ്മൾ പോട്ടെ. ആൾക്കാരവിടെ ഫുഡ് ഓർഡർ ചെയ്ത് കളിക്കുമ്പോൾ ഇവിടെ ഫോട്ടോ എടുത്ത് കളിക്കുന്ന സായിയും സായിയുടെ ഭാര്യ വാഴയും. സായിയുടെ ഭാര്യ വാഴ എന്ന് പറഞ്ഞ സായിനല്ല, മരവാഴ. മതിയോ? ഓക്കെ താങ്ക് യു. നോക്കി നല്ല രസത്തിന്റെ ഫോട്ടോ. അതെ നിങ്ങളെ എന്നല്ല സായിച്ചേട്ടൻ എന്തോ പറയാനുണ്ട് സ്നേഹ ചേച്ചിയുടെ. അതായത് പുതിയൊരു സംഭവം ഉണ്ടായിരിക്കാണ് സ്നേഹയുടെ വീട്ടില്. ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മളെ വീട്ടിലെല്ലാരും ശ്വാസം വലിക്കാതെ നടക്കുക. ഞാൻ നോക്കുമ്പോ ഇങ്ങനെയൊക്കെ പോയിട്ട് എല്ലാവരും. ഞാൻ ആക്ച്വലി ഇങ്ങനെ പോണേ നോക്കുന്നുണ്ട്. വീട്ടിനകത്തുള്ള ഓക്സിജൻ കുറയോ എന്നുള്ള പേടി അതുവരെ ചെലവാക്കാൻ മതി. മുടി കളർ ചെയ്തിട്ടുണ്ട്. അത് സസ്പെൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു. അതെ അല്ലേ? അതെ എല്ലാം സസ്പെൻസ്. ബിരിയാണി കഴിക്കാൻ പോണ്. ഇവിടെ നിന്ന് തിരിഞ്ഞാ ഹോട്ടലാണ്. ആ ടോണിക്ക് അപ്പുറത്താ വണ്ടിയിലും ഉണ്ട്. അതെ. ഹേയ് സ്നേഹമോൾ ബിരിയാണി റുസ്തമോളിന് എന്താ കുഴപ്പം? തിരിഞ്ഞേ അവിടെ എന്റെ റുസ്തമോള് വന്നിട്ടുണ്ട്. സായി വന്നോ? സായി അവനവിടെ ഇരിപ്പുണ്ട്. അങ്ങോട്ട് എല്ലാം ഫോൺ എടുക്കാം. എന്റെ ദൈവമേ. ഇതിൽ കൊടുത്തോളോ. പുറത്താക്കൂട്ടെ എന്താ ഗൈസ് അങ്ങനെ ദുബായിന്ന് തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ റസ്മീൻ ഭായ്. എന്താ ഒരു പുച്ഛം? ഞാൻ വിചാരിച്ചു വണ്ണം കുറഞ്ഞ. ഓ ശല്യങ്ങൾ. സായി നമ്മുടെ ഐശു ചേച്ചി വരൂ വരൂ. ജിത്ത് ഭായ് വരൂ. ഐശു ചേച്ചി വരൂ.
നമ്മുടെ ഡ്രസ്സിംഗ് ടീച്ചർ ചങ്കായ ഐശ്വര്യ ചേച്ചിയും കണ്ടിട്ടുണ്ടാവും എൻ്റെ വ്ളോഗ് മറ്റേ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. എന്ത് മിണ്ടില്ലേ? അപ്പോൾ ഗൈസ് നമ്മുടെ റസ്മിൻ ബായി ഇവിടെ അഭിനയിക്കാൻ വന്നേക്കാണ്. അഭിനയിച്ച് തകർക്കുമോ? എനിക്കറിയാൻ പാടില്ല എൻ്റെ സാറേ, ഞാൻ ചുമ്മാ വന്ന് നോക്കാണ്. എനിക്ക് അഭിനയിക്കാൻ അറിയുമെന്ന് എനിക്കറിയില്ല. ശ്രീലക്ഷ്മി അങ്ങോട്ട് കൂടി തരാ പര തുറക്കുന്നുണ്ട്. അഭിനയിക്കാനൊക്കെ അറിയാട്ടെ, ജീവിച്ച് കാണിച്ചു കൊടുക്കും. എനിക്കറിയാം, ഞാൻ ചെയ്യൂ. ഇവരൊക്കെ അറിയാനൊക്കെ പറയോ? അതെനിക്കറിയില്ല, എന്നോട് പറഞ്ഞാൽ ഞാൻ ചേട്ടാ ചിരിക്കാൻ മതി. നമുക്ക് അഭിനയിച്ചു നോക്കാം അല്ലേ? ഇത് അങ്ങനെ വിളിച്ചിട്ടില്ല അഭിനയിക്കുന്നു. ആ പിന്നെ എല്ലാവരും വൃത്തിക്കാൻ നേക്ക് വെറുതെ വന്നേക്കാം ഗൈസ്. എന്താ ചെയ്യാം? അല്ല ഒടിയ ഒടിയ പുലി മുരുക ഒടിയ മുരുകാണോ? ഒടിയ വിറ്റുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ. ഓ ഇത് കമ്മിറ്റി ഒടിയെന്നോട്ടെ. അല്ലല്ല ഇതാരാ ഇതാരാ? എന്താണ് പേര്? പേര് നിന്റെ അമ്മൂമ്മ പേര്? എന്റെ അമ്മൂമ്മനോട് ചോദ്യം അധികം പാവം അത്ര ആത്മാർത്ഥത്തോടുകൂടി കൈയും വെച്ച് കൊണ്ടുവന്നേക്കാണ്. പക്ഷെ സിനിമയിൽ എടുത്തില്ലെങ്കിൽ കരഞ്ഞത് കൊല വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഡെഡിക്കേഷൻ കണ്ടിട്ടെങ്കിലും എന്നെ അഭിനയം ശരിയില്ലായിരുന്നെങ്കിലും ഡെഡിക്കേഷൻ അതിനാണ് വന്നത്. റോള് തരുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു തരാം. അതായത് ഇവിടെ കൈ ആക്ച്വലി എന്ത് സംഭവിച്ചെന്നുള്ളത് വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞുതരാം. പിന്നെ പറയാൻ പറ്റുന്ന കഥ ഒന്നും അല്ല, എങ്കിലും പറഞ്ഞോ? നമ്മൾ പറയണം. കാരണം അതായത് ഞാൻ പറഞ്ഞുതരാം. ബസ്സിൽ യാത്ര ചെയ്യവേ ഇവൾ മോഷണ ശ്രമം നടത്തി. അതെ, നാട്ടുകാർ പിടിച്ച് കൈ കൊടുത്തു. അതിനെയാണ് ഇവൾ എന്ത് ചെയ്തത്? അതിനെ കൊണ്ട് മേനെ കൂട്ടിയിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് വീണതാണ്, ഞാൻ അങ്ങനെയാണെന്നൊക്കെയാണ് ഇവൾ പറയുന്നത്. ഇതൊന്നും അല്ല കേട്ടോ, ഇത് വേറെ. ഞാൻ അത് നേരത്തെ പറഞ്ഞ കളവാണ്. ഇത് ആക്ച്വലി അല്ലല്ല, ആക്ച്വലി സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ ബൈക്കിൽ പോകുമ്പോൾ ഇൻഡിക്കേറ്റർ ഇല്ല വണ്ടിക്ക്. അപ്പൊ കൈ ഇങ്ങനെ ഇട്ടതാ, ലോറി ഒന്ന് അടിച്ചു, അതാ പറ്റിയത്. സത്യത്തിൽ അതാണ് സംഭവിച്ചാണ്. അതല്ല സംഭവിച്ചത്, നമ്മുടെ ഇക്കുബയുടെ അല്ല അല്ലല്ല, ഞാൻ ക്യാരക്ടർ കൊടുക്കും. എനിക്ക് രണ്ടായിട്ടുണ്ട് അവിടെ. ഇവരെന്നോട് ഒരു കോമ്പോ കൊടുക്കും. മാച്ച് ഫിക്സിംഗ് തൊപ്പി കളിക്കുന്ന ടീമിന് ഇയാൾ പൈസ കൊടുത്ത് ഫിക്സ് ചെയ്യാൻ പോകും. മാച്ച് ഫിക്സിംഗ് ഈ കളിക്കുന്ന ടീമിന് ഇയാൾ പൈസ തരും. മോശം കളിക്കാൻ വേണ്ടി. അതായത് മോശമായിട്ട് ആറ്റിറ്റ്യൂഡല്ല വേറെ ഒന്നും. ഹലോ രാജേട്ടാ, ഹലോ കേൾക്കുന്നുണ്ടോ? ഞാൻ സ്പീക്കർ ഒരു മിനിറ്റ്. തപ്പിച്ചേട്ടാ എവിടെയായിരുന്നു ഇത്ര നേരം? എവിടെ ഉണ്ടായിരുന്നു? നിങ്ങൾ നിർത്ത്, ഇവിടെ സംസാരിക്കണമെങ്കിലേ. നിങ്ങൾ ചിരി വരുന്നുണ്ടോ? എവിടെയായിരുന്നു രാജേട്ടാ? കടയിൽ ഏത് കടയിൽ? ആരും ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടില്ല? എന്റെ അഭിനയത്തിനെ പറ്റി എന്റെ സായിച്ചേട്ടൻ പറഞ്ഞു. സായിച്ചേട്ടൻ ഇന്ന് കണ്ടു ഭയങ്കര ഒരു രക്ഷയില്ല. തൊപ്പി പേടിച്ചോടി. വീഡിയോ എന്തെങ്കിലും ഉണ്ടായിരുന്നു കുറച്ച്. തൊപ്പി ലാസ്റ്റ് തൊപ്പി പറയാനേ മോനെ നടക്കില്ല, എവളൊപ്പം പരിപാടി നടക്കില്ല. ആ ചേട്ടൻ പറയാ വർക്ക്ഷോപ്പിൽ സെറ്റായി നന്ദൻ സെറ്റായി. വ്ളോഗ് എടുക്കട്ടെ പിന്നെ അല്ലേ? അഭിനയിക്കില്ലേ നിങ്ങൾ? പരാഗങ്ങളോ കടമിഴിയിൽ ഗൈസ് നമ്മുടെ ഓഡീഷൻ അങ്ങനെ ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഗൈസ്? അടുത്തത് സ്നേഹയുടെ പെർഫോമൻസ് ആണ്. സ്നേഹ ലളിതഗാനമാണ് ആദ്യം ആലപിക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഡാൻസ് പെർഫോമൻസ്. ഡാൻസ് ആണ് ഗൈസ്. കുറച്ച് ആൾക്കാരുടെ അഭിനയം ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ് ആൻഡ് സീ കാണിച്ചു തരാം.
അല്ല ഞാൻ വെറുതെ ഞാൻ അഭിനയിക്കുന്നില്ലല്ലോ, ഞാൻ വെറുതെ എന്നെ ഒന്ന് അല്ല അങ്ങനെയല്ല, എന്തറിയോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞു, എൻ്റെ ഒരു പെർഫോമൻസ് ഒന്ന് നോക്കിക്കോന്ന് വെറുതെ. ഒരു രാത്രി 2:30 ഒക്കെ ഇന്നലെയാണ് 2 ദിവസം പേടിച്ചിട്ടാ പത്രത്തിലൊക്കെ കാണുന്നില്ലേ? ഇത് തന്നെ പേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്ന് പറയണം. ഇത് തന്നെ സാറേ പേടി, ഇത് തന്നെ പേടിച്ചിട്ടാ. ആക്സിഡന്റ് ഉണ്ടായിട്ട് കൂട്ടുകാരൻ ഗൈസ് എൻ്റെ ബ്ലോഗിൽ ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അൽത്താക്ഷൻ്റെ നേരത്തെ അഭിനയം കണ്ടില്ലേ, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇവിടെ കണ്ടോ വീർത്തിട്ട്. എനിക്ക് ഇവളെ വീഡിയോ കാണാൻ എല്ലാവരോടും പറയണമെന്ന് വെച്ചാൽ ഇവളെ വലിയൊരു ആഗ്രഹം കൂടിയാണ് ഇപ്പം ഇന്ന് സാധിച്ചത്. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടുമുട്ടുക എന്നുള്ളതായിരുന്നു ഇവളൊരു ആഗ്രഹം. അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ഒന്ന് അനുഭവിക്കേണ്ടി പക്ഷേ വേദന ഭയങ്കരമായിട്ട് വേദനയുണ്ട്, സീരിയസ് ആയിട്ട് വേദനയുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ അൽത്താഫ് എന്താ പറയുക ജീവിച്ചു പോയി, അഭിനയിച്ച് ജീവിച്ചു പോയി. അപ്പോൾ ഒരു ആക്സിഡന്റിൽ പറ്റിയതാണ്. അപ്പോൾ അതിനെ കണ്ടിന് ചെറിയൊരു പ്രശ്നം പറ്റി, കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. അല്ല ഇവിടെ ഒരു തലവേദന എടുക്കേണ്ടി വരും. കണ്ണം കഴിച്ചു പോയി. അവരുടെ അഭിനയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ മരിക്കാറായി. ഇവിടെ കണ്ടുപോയാൽ എന്താ അഭിനയം നന്നായി ഉണ്ട് എന്നുള്ളതാണ് റിസൾട്ട് വന്നത്. അതെ അതെ കളിക്കും പറ്റേ എന്റെ കണ്ണു ഇയാളാണ് എന്റെ കണ്ണു കളഞ്ഞത്. ഇവിടെ എനിക്ക് കണ്ടു കണ്ടോ കണ്ണ ഉദ്ദേശിച്ചത്, പക്ഷെ ഐസ് വെച്ചിട്ടുണ്ട്. തക്ക സമയത്ത് ഐസും കൊണ്ട് വന്ന് രക്ഷിക്കുകയാണ്. വീർത്ത് കണ്ടു കണ്ടോ ഇപ്പോഴും വീർമതി സംരക്ഷണം ചെയ്തിരിക്കുകയാണ്. ഒരു ബാദുഷാ എന്ന് പറയുന്ന ഒരാളുടെ കഥ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഷാഫി ജമാനെ കാണാൻ പോവാണ്, ശർമാജി. അപ്പോൾ ഞാനാണ് ഷാഫിക്കാരോട് കഥ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ ആക്സിഡന്റിൽ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിന് ഒരു അപകടം പറ്റുന്നതും പിന്നീട് അങ്ങോട്ട് നടക്കുന്ന സംഭവവികാസങ്ങളിൽ ആ കഥ പോയി. കഥ പറയാൻ വേണ്ടിയിട്ട് ഷാഫി ജമാന്റെ ആനന്ദ സിനിമയുടെ സെറ്റിൽ പോയിട്ട് ഞാൻ കാണാം. ഷാഫി ജമാന്റെ കഥ ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നോട് നമുക്ക് നോക്കാം, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ പ്രാരാബ്ധമായ ഒരു പയ്യന്റെ കഥ കേൾക്കാൻ ഷാഫിക്കാർക്ക് തയ്യാറായ ഒരു വലിയ മനസ്സ്, അത് ഇന്ന് ഞാൻ ഇവിടെ സ്മരിച്ചുകൊണ്ട് പറയാണ്. 2016 ആ ബന്ധം ഇന്ന് എനിക്ക് ഇവിടെ കിട്ടിയത് ഷാഫിക്ക എന്ന് പറയാനില്ല. പിന്നെ അതോടൊപ്പം തന്നെ രാജീവ് റാം സാർ, അദ്ദേഹം ആഡ് ഫിലിം മേക്കറാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. തലശ്ശേരി ബിരിയാണിയാണ് നേരത്തെ കഴിച്ചത്. തലശ്ശേരി ബിരിയാണിയോളം മധുരമുള്ള രാജീവ് റാം സാർ, താങ്ക് യു സോ മച്ച്. നവജിത് ബ്രോ, ആക്ച്വലി ഇങ്ങനെ ഒരാൾ എൻ്റെ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നതാണ്. കാരണം ഞാൻ കാസർഗോഡുകാരനാണ്, നീലേശ്വരക്കാരനാണ്. ആക്ച്വലി ആണ് ജേർണലിസ്റ്റ്. പലപ്പോഴും അവിടെ പോയിട്ട് വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന പ്രദേശമാണ്. കാരണം ഞാൻ ആ പ്രോസസ്സ് വളരെ എൻജോയ് ചെയ്തു. എൻ്റെ ഒരു പ്രധാന കാരണം വന്നവരിൽ കള്ളനാണയം ഇല്ലായിരുന്നു എന്നുള്ളതുകൊണ്ട് ഒരു ആത്മാർത്ഥമായിട്ട് അഭിനയിക്കാൻ. കാരണം ഒരു ഷൂട്ടിങ്ങിന് പെട്ടെന്നൊരു ദിവസം നാളെ വലിയൊരു ഉത്സവം സെറ്റ് ചെയ്യണം. നെറ്റിപ്പട്ടം കെട്ടിയ ഒരു 10ഓളം ആനകൾ, 100-ലേറെ താലപ്പൊലിയേറ്റിയ ബാലികമാർ, കച്ചവടങ്ങൾ, ക്രൗഡ്, ഒരു 1000-ലേറെ ക്രൗഡ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എത്തില്ല. പക്ഷെ നാളെ ഒരു ചെറിയ പ്രസംഗമുണ്ട്, അല്ലെങ്കിൽ നാളത്തെ സീനിൽ ഒരു ചെറിയ വേഷം ഷാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഉറക്കം പോയി.
അതോടുകൂടി മനസ്സമാധാനം പോയി, ആ ദിവസം പോയി. അപ്പം അതാണ് എൻ്റെ അവസ്ഥ. ഏതായാലും വളരെയധികം സന്തോഷം. ഞാൻ ആദ്യമായിട്ടൊരു ഇതുപോലെ ഒരു വയസ്സുകാരനാണ്, യങ്ങാണ്, നോട്ട് ഓൾഡ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മുമ്പേ എന്നെ വയസ്സനാണെന്ന് പറഞ്ഞിട്ട് എല്ലാ രീതിയിലും മാക്സിമം കളിയാക്കും. അതേസമയം എൻ്റെ സായി എന്നെ 18 വയസ്സുകാരനാക്കിയിട്ട് കൊണ്ടു. അതിന് കാരണം വേറൊന്നല്ല, ശരിക്കും ഇടയ്ക്കിടയ്ക്ക് എല്ലാവരോടും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സുഹൃത്തുക്കളോട് എല്ലാവരോടും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ശരിക്കും ഒരു സംഘടന എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, എസ്പെഷ്യലി ഗൈസ്, അപ്പോൾ നന്ദുവിന് ഒരു പോത്ത് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഒരു കണ്ണ് അഥവാ എന്തെങ്കിലും ചാരിറ്റി വീഡിയോ ഇടുന്നതാണ്. അതെ, QR കോഡ് കൊണ്ട് ഇറങ്ങുന്നതാണ് നന്ദു. ആൾക്കാരെ ഇറക്കിക്കും. ഓ, അങ്ങനെ നമ്മുടെ ഷൂട്ടും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. എൻ്റെ കണ്ണും പോയി. ഇപ്പോൾ വരുമ്പോൾ ഇവനൊക്കെ വണ്ടി ഇടിച്ചപ്പോൾ കൊണ്ടുവന്നെ. അയ്യോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇപ്പോൾ ഇനി ഇവൻ്റെ കണ്ണിൻ്റെ കുത്തവുണ്ട്, അതും കൂടി ഉള്ളൂ, കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒരു JCB കുത്താൻ വന്നപ്പോൾ നന്ദുവിൻ്റെ മുന്നിലെന്ന് പറയും ഞാൻ സിനിമാക്കാരിയാണ് എന്നെ കുത്തത്. ദുബായിക്കെതിരെ വന്ന ഉണ്ട മാറിക്കൊടുത്ത് നേരമുള്ള കണ്ടി. അയ്യോ എൻ്റെ കണ്ണേ. നമ്മൾ ഇത്രയുള്ള വീഡിയോ അതെ വീഡിയോ സെൻഡ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നും ചെയ്യണ്ട, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.